ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 135 ദിവസം. ഇന്ന് 13 ദശകത്തിൽ 7 ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നെ അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി നമ്മൾ ഭാഷാഗാനമായ ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിതത ഘന രോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാംഗുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി. തഥാ മായാചക്രേ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ ഹരേ വിതത ഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭി മുഷ്ടി പ്രഹൃതിഭി അഭിഘ്നന്തം അസുരം സ്വപാദാംഗുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി. ഭഗവാന്റെ യുദ്ധം അവിടെ വർണ്ണിക്കുകയാണ്. തഥ മായാചക്രേ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുത്തെ. ആ അസുരൻ്റെ അപ്പോൾ മായകളൊക്കെ തന്നെ അവിടുത്തെ ചക്രത്തിൻ്റെ ആ തീപ്പൊരികൾ തട്ടി
പറന്നുപോയപ്പോൾ അല്ലെങ്കിൽ തകർന്നുപോയപ്പോൾ വിതതഘന രോഷാന്ധ മനസം, പരപ്പും കനവുമുള്ള എന്നാണ്. വിതതഘന രോഷാന്ധ മനസം, ശുണ്ഠി വന്നിട്ട് വിവേകമറ്റ അവൻ ഗരിഷ്ഠാഭിമുഷ്ടിപ്രഹൃതിഭി. അപ്പോ ആ ഹിരണ്യാക്ഷൻ താൻ അവിടെ തൻ്റെ കനത്ത മുഷ്ടിപ്രഹരങ്ങൾ നന്നായി ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ അസുരനെ, അഭിഘ്നന്തം അസുരം, മുഷ്ടിപ്രഹൃതിഭി അഭിഘ്നന്തം, മുഷ്ടിപ്രഹരങ്ങൾ ഭഗവാന്റെ നേരെ ഏൽപ്പിക്കുന്ന ആ അസുരനെ, ഹിരണ്യാക്ഷനെ സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി, അവിടുന്ന് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അവൻ്റെ കരണക്കുറ്റിക്ക്, നമ്മൾ പറയില്ലേ കർണമൂലേഹൻ എന്നാണ് ഭാഗവതം, കർണമൂലത്തിൽ ആ ചെന്നിക്ക് നല്ല ഒരു അടിയങ്ങോട് കൊടുത്തു എന്നാണ്. മായാചക്രേ, ചക്രം സമൂഹമാണ്, അപ്പോൾ മായകളുടെ സമൂഹം. അപ്പോൾ നിരവധിയായിരിക്കുന്ന മായകൾ ചുറ്റും കാണിച്ചപ്പോൾ അവൻ്റെ ആ മായാചക്രത്തെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ഇല്ലാതെയാക്കി. കരാഗ്രേണ സ്വേന എന്ന്, സ്വപാദാങ്കുഷ്ഠേന എന്നുള്ളതിന് പകരം കരാഗ്രേണ സ്വേന എന്ന് 6 അക്ഷരങ്ങളിലൂടെ അങ്ങനെയും ഒരു പാഠഭേദം നാരായണീയത്തിലുണ്ട്. ഭാഗവതം കൈകൊണ്ട് തല്ലി എന്ന് തന്നെയാണ്, അടിച്ചു തന്നെയാണ്, കരേണ കർണമൂലേഹൻ എന്നാണ്. അപ്പോ അത് ഒരർത്ഥത്തിൽ ശരിയാണ്, കരാഗ്രേണ സ്വേന എന്നുള്ളത്. പക്ഷേ ഇവിടെ നാൽക്കാലിയായിട്ട് അല്ലേ ഒരു വരാഹത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചേക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ മുൻകാലുകളെ കൈയായിട്ടും പറയാം. ദൈത്യ ഋഷഭ പദാഹത എന്ന് മറ്റൊരിടത്തും ഭാഗവതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ, 19-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിലും 28-ാമത്തെ ശ്ലോകത്തിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഭഗവാൻ അവനെ ആഞ്ഞടിച്ചു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ ചെവിക്കുറ്റിയിൽ അടികൊണ്ടപ്പോൾ പിന്നെ എന്തുണ്ടായി എന്നാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുക. ഇന്ന് ഈ ശ്ലോകത്തോടുകൂടി സമർപ്പിക്കുന്നു. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി. നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ വരാഹമൂർത്തേ മായകളോ ചക്രാഗ്നിയിൽ ചാമ്പലായി ഭഗവാനെ മായാതീതനാകും ഭവാൻ കോപിഷ്ഠനായി മായാവിയാം അസുരനെ കാലിൻ്റെ പെരുവിരലാൽ മായാപൂജിതനാം ദേവൻ ആഞ്ഞു തൊഴിച്ചു. നാരായണ 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 വരാഹമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമസങ്കീർത്തനം നാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
മഹാവരാഹോ ഗോവിന്ദ.